മണി, ഞാൻ മണിയല്ല മന്ത്രിയാണ്. എന്താ ജഡ്ജി എന്റെ അടുത്തേക്ക്? എന്നെയും തൂക്കാൻ വിധിക്കാനാണോ? ജഡ്ജി? ജഡ്ജി തന്നെ. എവിടാ, സെഷൻസിലോ ഹൈക്കോർട്ടിലോ? മോനെ, ഇതൊക്കെ മറന്ന് ഞാൻ സുഖപ്പെട്ട് വരുമ്പോ വീണ്ടും നീ എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുന്നടാ ഭ്രാന്ത. പിടിവിടണം വൈദ്യരെ, എന്നെ കൊല്ലുന്നേ വൈദ്യരെ, എന്നെ കൊല്ലുന്നു വൈദ്യരെ. പിടിവിടൂ, പിടിവിടൂ സഹോദര. അക്രമം തുടങ്ങിയില്ലേ? കൂട്ടത്തിലുണ്ടാ ഒറ്റയ്ക്ക് കൊണ്ടേ പൂട്ടിടോ. എന്നെ ബലം പ്രയോഗിക്കട്ടെ, വന്നോളാം. ഒറ്റയ്ക്ക് കാലത്ത് 10 മണിക്ക് അട്ടാശ്ശേരി വിമാനത്താവളത്തിന്റെ 3 ഹാങ്ങറുടെ നിർമ്മാണം. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് മതി. മതി മതി. അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ്. ഞാനൊന്ന് ഇരുന്നോട്ട്, എന്നിട്ട് വായിക്കും. സോറി, ഷാൽ ഐ പ്രൊസീഡ് സർ? അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ് എയർ മോഡി ലിഫ്റ്റ്. അവന്മാരോട് പോവാൻ പറ. ഹാങ്കറുകളുടെ കൺസ്ട്രക്ഷൻ നമ്മൾ വേറെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ സർ? അതെ സർ. കാലത്ത് 11 മണിക്ക് വനമഹോത്സവ വാരാഘോഷം, വൃക്ഷ തൈനടൽ. 12 മണിക്ക് സിറ്റി പോലീസ് ഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന ഭജനമഠത്തിന്റെ ശിലാസ്ഥാപനം. 12:30 ചക്കക്കുഴിയിൽ ടെക്സ്റ്റൈൽ ഷോറൂം ഉദ്ഘാടനം. 2 മണിക്ക് ഏഷ്യാഡിൽ 400 മീറ്ററിൽ 4ാം സ്ഥാനം വാങ്ങിച്ച പ്രീതി ഉൽഹന്നാന് സ്വീകരണം, ടൗൺ ഹാൾ. 3 മണിക്ക് കൈകൊട്ടിക്കളി വിദഗ്ധ ശ്രീമതി കാർത്തിയാനി വാരസ്യാർക്ക് പൊന്നാട അണീക്കൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാട് ഭരിക്കാൻ എവിടെ സമയം? സമയക്കുറവ് എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് സർ. അല്ല, ഇത് വൈകുന്നേരത്തെ പ്രോഗ്രാം എന്താ? വൈകുന്നേരം 5 മണിക്ക് കൂട്ടയോട്ടം. സൗഹാർദ്ദവും വർദ്ധിപ്പിക്കാൻ, പട്ടിണിയും തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കാൻ നടത്തുന്ന കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ വേണുഗോപാൽ. മാന്യമഹാജനങ്ങളെ, ഒരു മനോഹര സായാഹ്നമാണിന്ന്. നിങ്ങളേറെ നേരമായി കാണാൻ കൊതിച്ചിരുന്ന കലാപരിപാടികൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ്. എന്തിനോടണം? ഇത്തരം സ്റ്റേജുകളിൽ നിന്നും എന്നെ കല്ലെറിഞ്ഞും കൂവി വിളിച്ച് ഓടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വഴങ്ങിയിട്ടില്ല. പാട്ടും ആട്ടവും ഒരുതരം വില കുറഞ്ഞ കൂത്താണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ചെറുപ്പക്കാരുടെയൊക്കെ ഹരമാണല്ലോ കാതലിലും ജെന്റിൽമെല്ലും നടിച്ച പ്രഭുദേവ്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോത്സാഹനവും ഉടുപ്പും റഹ്മാന്റെ സംഗീതവും ഉണ്ടെങ്കിൽ അതിലും ഭംഗിയായിട്ട് ആടാൻ കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. കൂട്ടയോട്ടത്തെ പറ്റി പറയൂ. അതെ, ഓട്ടം. അതെ, കൂട്ടയോട്ടം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓടുന്നത് തടി കൂടിയവർക്ക് വളരെ നല്ലതാണ്. പോലീസുകാർക്ക് കള്ളനെ പിടിക്കാമല്ലോ. അതിലും നല്ലതാണ് കൂട്ടച്ചാട്ടം. സ്റ്റേജിൽ നിന്നും ഒരിടത്തും പോകാതെ നമുക്കിവിടെ വെച്ച് നടത്താവുന്നതാണ് ഈ കർമ്മം. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും ചാടിക്കോളൂ. അലക്സ്, ചാടൂ ചാടൂ. പഞ്ചായത്ത് ഇലക്ഷൻ ഉടൻ നടത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വാർത്താലേഖകരെ അറിയിച്ചു. ആറ്റിങ്ങലിൽ ഇന്നലെ വൈകിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആഭ്യന്തരമന്ത്രി ശ്രീ വേണുഗോപാൽ പുതുമയാർന്ന ഇനമാണ് കാഴ്ചവെച്ചത്. കൂട്ടച്ചാട്ടം. മന്ത്രിയോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പത്രക്കാരുമടക്കം എല്ലാവരും കൂട്ടച്ചാട്ടത്തിൽ പങ്കുകൊണ്ടു. എന്താ അയാൾ കാണിക്കുന്നത്? നേരം പോക്കോ കാര്യമോ? അതാണ് സാർ മനസ്സിലാകാത്തത്. ഡിപ്പാർട്ട്മെന്റിന് തന്നെ സംശയം തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികൾ. സാറ് തിരിച്ചു വന്നിട്ട് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതി. ഡൽഹി വെച്ച് ഞാൻ ചിലതൊക്കെ കേട്ടതാ. വേണുവിനെ വിളിച്ച് നേരിട്ട് ഞാൻ തന്നെ ചോദിച്ചേക്കാം. കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും മിനിസ്റ്റർ ഇതുവരെ മുക്തനായിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തൽക്കാലം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. യെസ്, കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇതിലും വലിയ താപാനകളിൽ നിന്ന് ഞാൻ എത്രയോ വട്ടം രക്ഷപ്പെട്ടിരിക്കുന്നു. പേരെന്താ? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ താപ്പാനകൾ. വിമാനത്താവള ഫണ്ട് പിരിവ് എവിടം വരെയായി സാർ?
ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഫണ്ട് പിരിക്കാമെങ്കിൽ വിമാനത്താവളത്തിലും പിരിക്കാമല്ലോ. പിരിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന് ഇല്ലേ? ഈ ഫണ്ട് പിരിവിൽ ബഹുമാനപ്പെട്ട മന്ത്രി അത്ര തൃപ്തനല്ല. അതുകൊണ്ടാ. ഘാട്ടുകരാറിനെ പറ്റി എന്താണ് അഭിപ്രായം? കാട്ടുകരാറോ? അത് ഘാട്ട് കരാർ. ആ കരാർ കരാറിന്റെ കാര്യമാണോ? അതിപ്പോ ആരായാലും കരാറിൽ ഒപ്പിടുമ്പോ അഡ്വാൻസ് കൊടുക്കണം. അത് 250, 500 എന്നുള്ളതല്ല. കരാറിന്റെ ഒരു ഉറപ്പിന് അഡ്വാൻസ് അത്യാവശ്യമാണ്. ഡിസ്കഷൻസ് ആർ അഡ്വാൻസിംഗ്. ദാറ്റ് ഇസ് വാട്ട് ഹി മെന്റ്. ഹെയ്ത്തിയിൽ ക്ലിന്റൺ ഭരണകൂടം ഇടപെട്ടത് ശരിയായോ? ഭരണകൂടങ്ങൾ 2 വിധത്തിലുണ്ട്. ഇടപെടുന്ന ഭരണകൂടം, ഇടപെടാത്ത ഭരണകൂടം. ഇതിൽ ഏത് വേണം? അതാണ് ചോദ്യം. ഇപ്പോ ഒരു ഡാൻസ് സ്റ്റേജ് നടക്കുമ്പോ കാണികൾ സ്റ്റേജ് കയറി ഇടപെടുന്നത് ശരിയാണോ? അപ്പൊ എന്ത് പറ്റും? ഡാൻസിന്റെ സ്റ്റെപ്പ് തെറ്റും, പാട്ടിന്റെ ചുണ്ടനക്കം തെറ്റും. അതുകൊണ്ട് ആരും ഒന്നിൽ ഇടപെടാൻ പാടില്ല. ഇടപെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമുക്കുടനെ സ്ഥലപ്പെടണം. CM കാത്തിരിക്കുന്നു. ഏതോ കാത്തിരുന്ന എനിക്കെന്താ? ഇടപെടുന്ന പ്രശ്നമില്ല, ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്. മരുന്ന് കഴിക്കാനുള്ള സമയം വൈകി. മന്ത്രിയുടെ ബാലൻസ് പോയി. ബാലൻസ്? പിന്നെ കാണാം. വരൂ, മരുന്ന് കഴിക്കാം. കുടിച്ചോട്ടെ. CM എന്തെങ്കിലും ചോദിച്ചാൽ വിട്ടു തൊന്നും എഴുതളിക്കണ്ട. ഉത്തരം ഞാൻ പറഞ്ഞോളാം. വാടാ, മുണ്ടടിച്ചത്. ശരി, വരൂ. നമസ്കാരം. മിസ്റ്റർ അലക്സ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. എനിക്ക് മിസ്റ്റർ വേണുവിനോട് അല്പം പേഴ്സണലായി സംസാരിക്കാം. സാർ, പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. എന്താ വേണു ഞാൻ ഈ കേൾക്കുന്നത്? ഐ നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ഫ്രം യു. സാർ എന്താ കേട്ടത്? SI പോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി. സ്പിരിറ്റ് ലോറി കടത്തിയും പിടിച്ചും മറിച്ചു വിറ്റും കാശുണ്ടാക്കി. പണക്കാരെ ഭീഷണിപ്പെടുത്തി ബോംബെയിലെ അധോലോക നായന്മാർ ഹഫ്ത പിരിക്കുന്നത് പോലെ കാശുണ്ടാക്കി. ഇതുപോലെ താൻ ഞാൻ ആരോടും കാശ് വാങ്ങിച്ചിട്ടില്ല. തരാമെന്ന് പറഞ്ഞു. പിന്നെ ആരാ വാങ്ങിക്കുന്നത്? ഇതിനൊക്കെ പുറമെ സ്റ്റേറ്റുകാർ വായിച്ച് എവിടേക്കാരും നിങ്ങളുടെ മരണപ്പാച്ചില്? ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണ്ടേ? എനിക്കാരെയും പേടിയില്ല. തമിഴ്നാട് പോലീസും കേരള പോലീസും ഒന്നിച്ചു വന്നിട്ട് ഒറ്റയ്ക്ക് ഏർത്ത് നിന്നവനാ ഞാൻ. ഒരു പോലീസുകാരന്റെ വൈ ചാണാമാരി അറിഞ്ഞവനെ അറിയാം. കോളേജ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള പല കുസൃത്തരങ്ങളും എനിക്കറിയാം. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എങ്കിൽ എടുക്കണം സാർ. ഒരു കൂട്ടരെന്നെ കൊല്ലുമെന്ന് പറയുന്നു, നിങ്ങളെ നടപടി എടുക്കുമെന്ന് പറയുന്നു. ഡോലയ്ക്ക് കൊട്ടുന്ന പോലെ 2 ഭാഗത്തു നിന്ന് നിങ്ങൾ എന്നെ പൂശിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ വെറുതെ വിട്ടേക്കണം. എനിക്ക് വേണ്ടേ മന്ത്രിപ്പണി. ഞാൻ വൃശ്ചികത്തിന് പോകും പറഞ്ഞേക്കാം. വേണു, വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. വേദന ഉണ്ട് സാർ. കുട്ടികളെ പോലെ തുടങ്ങിയാലോ? നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ? ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നാലോ? കയറി വന്നാൽ എനിക്ക് പുല്ല. അവരെന്നെ മൂക്കി കയറ്റികളയോ? ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വെറും തറ തൊട്ടിയാണ്, ചെറ്റയാണ്. മനസ്സിലായോ? അലക്സ്, അലക്സ്, വിളി വിളി. എന്താ സാർ? എന്തായി വേണുവിന് പറ്റിയത്? അപകടം പറ്റിയത് പിന്നെ ഞാനതങ്ങ് മറന്നുപോയി. ഇയാളെ കൊണ്ടുപോ.